അപ്പൊ ഗൈസ് നമ്മൾ അമ്പലവയലിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മള് അമ്പലവയലില് പൂപ്പൊലി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറെ വർഷങ്ങളായി ഞാൻ സുൽത്താൻ ബത്തേരിയിലുള്ളപ്പോൾ സുൽത്താൻ ബത്തേരിയിലുള്ളപ്പോൾ ഞാനൊരു 4-5 വർഷമൊക്കെ ആയിട്ടാ പൂപ്പൊലി കാണാൻ പോയിട്ട്. പൂക്കളൊക്കെ ഒരുപാട് കുറഞ്ഞ പോലെ തോന്നിയായിരുന്നു. ആദ്യത്തെ ആ ഒരു ഇതൊന്നും കണ്ടില്ല. കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇതെവിടെ എത്തി? കൊളകപ്പാറയിലെത്തിട്ടാ. കൊളകപ്പാറ നമ്മളിപ്പോ പൂപ്പൊലി കാണാൻ പോയിട്ട് തിരിച്ച് നമ്മള് നേരെ വണ്ടി കയറും എറണാകുളത്തേക്ക്. നാളെ വൈകിട്ട് വർക്കൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിവിടെ അധികം നാളെ നിൽക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അവിടെ വെച്ചിട്ട് കാണാം കേട്ടോ. ബൈ. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേരൊക്കെ ഇറക്കി. മോക്ക് കുറച്ച് നേരം അവിടെ കളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വേണ്ടി കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല സ്ഥലമായതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ഒത്തിരി കിട്ടിയിട്ടോ ഞങ്ങൾക്ക്. അടിപൊളിയായിരുന്നു. കാണാൻ തന്നെ. പിന്നെ കുറച്ചൊരു 5 മിനിറ്റൊക്കെ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. ഭയങ്കര രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അമ്പലവയലിലെത്തി. ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്കില്ല എന്ന് പറയാനും പറ്റില്ല, തിരക്കുണ്ട്. പക്ഷെ ഇങ്ങനെ തിങ്ങി നിന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. മോക്കടക്കം ടിക്കറ്റ് എടുത്തു കേട്ടോ. 5 വയസ്സ് തൊട്ടിട്ട് ടിക്കറ്റ് എടുക്കണേ, എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണേ. പിന്നെ പെട്ടെന്ന് ടിക്കറ്റൊക്കെ കിട്ടി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഒരാൾക്ക് 100 എനിക്കങ്ങനെ വലിയ ഓർമ്മയില്ല. 150 ആണ്. എനിക്ക് വലിയ കറക്റ്റ് അറിയില്ല കേട്ടോ. അതാന്ന് തോന്നുന്നു. അപ്പോൾ പൂപ്പൊലി അടിപൊളിയായിരുന്നു. കാണാനൊന്നും ഒരു വേറെ ലോകത്ത് ചെന്ന് പെട്ട പോലെ ആയിരുന്നു കേട്ടോ. പൂക്കളുണ്ട് നല്ല വെറൈറ്റീസും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫസ്റ്റ് പൂപ്പൊലി കണ്ടപ്പോൾ ആ വെറൈറ്റീസ് അത് ഒരുപാടുണ്ടായിരുന്നു കാണാനായിട്ട്. ഒത്തിരി ഉണ്ടായിരുന്നു. ഇത് കാണാൻ ഭംഗിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞ പോലെ തോന്നി. ഒത്തിരി പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. മറ്റേതിങ്ങനെ നടന്നിട്ട് കഴിയാത്ത രീതിയിലായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് പോയപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി കേട്ടോ.
അപ്പോൾ ഒരു പൂവിൻ്റെ തന്നെ പല പല കളേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആദ്യത്തെ പൂപ്പൊലി ഞാനിവിടെ സുൽത്താൻ ബത്തേരിൽ വരുമ്പോൾ ഫസ്റ്റത്തെ പൂപ്പൊലിയൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ. പല വെറൈറ്റി പൂക്കളും ഉണ്ടായിരുന്നു, ഫ്ലവറൊക്കെ അടിപൊളിയായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്, ഒത്തിരി ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ നടന്ന് എത്ര കണ്ടാലും മതിയാവുന്നില്ല, അതായത് തീരുന്നില്ല എന്ന് തോന്നിപ്പോവും. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം കണ്ടപ്പോൾ ഇത്രേ ഉള്ളൂ എന്ന് തോന്നി കേട്ടോ. അത്രയും കുറവായിപ്പോയി എന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എല്ലാം അങ്ങനെയാണല്ലോ, ആദ്യം ഭയങ്കരമായിരിക്കും, പിന്നെ എല്ലാം ഇങ്ങനെ അട്രാക്ഷനൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും. അതെല്ലാ കാര്യവും അങ്ങനെ തന്നെ. പിന്നെ കുറേ നടന്നപ്പോഴത്തേക്കും പിള്ളേർക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ കടല, ഐസ്ക്രീം പിള്ളേർ ചോദിച്ചു, പക്ഷെ മേടിക്കാനൊന്നും നിന്നില്ല. കാരണം ഒന്നാമത് അവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് പിള്ളേർ പനിയൊക്കെ പിടിച്ചിപ്പോൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഐസ്ക്രീം ഒന്നും മേടിച്ചു കൊടുക്കാൻ നിന്നില്ല. കടല അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു, അവരെ സെറ്റാക്കി. പിന്നെ ഞാനിവിടെ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല കേട്ടോ, യന്ത്രൂഞ്ഞാലിൽ കയറാനുള്ളൊരു ആകാംക്ഷയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. മോളെ ഞാൻ കയറ്റിയിട്ടില്ല, അപ്പോൾ മോളെയും കൊണ്ട് യന്ത്രൂഞ്ഞാലിൽ കയറണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇങ്ങനൊരു ഇതും കൂടി ഒത്തു കിട്ടിയപ്പോൾ പിന്നെ ഓക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചും കൂടി വന്നപ്പോഴത്തേക്കും പിന്നെ അവിടെ ഇങ്ങനെ എന്താ കഴിക്കാനായിട്ട് അലുവകൾ, പല പല വെറൈറ്റി അലുവകളുണ്ടായിരുന്നു. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഒത്തിരി ഫുഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ വയനാട്ടിൽ തന്നെ തേയില, കാപ്പിപ്പൊടി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സുകൾ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൈസ ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം പൈസയും കൊണ്ട് വരാണെങ്കിൽ അത്യാവശ്യം നമുക്ക് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാമായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ഇങ്ങനത്തെ നമുക്ക് ആവശ്യമില്ല. അത്യാവശ്യം നമ്മൾ എപ്പോഴും ഡ്രസ്സൊക്കെ എടുക്കുന്നതുകൊണ്ട് എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ മേടിച്ചില്ല. എനിക്ക് അലുവ മേടിക്കണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ അവരിങ്ങനെ തരുന്നുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു ചെറിയ പീസ് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഞാൻ എന്താ പറയുക, മധുരമൊക്കെ ഭയങ്കര കുറവിലാണ് ഇരിക്കുന്നത്. കാരണം ഒരുപാടങ്ങ് മധുരമൊക്കെ കഴിച്ച് വേറെ ഇതുണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ നേരെ പോയത് യന്ത്രൂഞ്ഞാലിൽ കയറാനാട്ടോ. മോൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇതെന്താന്ന് പോലും അറിയില്ല, ഓടുന്നുണ്ട് ആൾ. ഭയങ്കര ഓട്ടമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലല്ലോ, ഞാനും ഹാപ്പിയായി. പക്ഷേ ഈ ഊഞ്ഞാലിൽ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴുണ്ടല്ലോ, ശരിക്കും ഞാൻ വിചാരിച്ചു പോയി കുഞ്ഞിനെ കയറ്റേണ്ടിയിരുന്നില്ല എന്നൊക്കെ. ഒന്നാമതെന്ന് പറഞ്ഞാൽ അവിടെ അതിൽ ഡോറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കും ആകെ ടെൻഷനായിപ്പോയി. എനിക്കും കൊച്ചെൻ്റെ കയ്യിലിരിക്കില്ലേ എന്നുള്ളൊരു സംശയമായിപ്പോയി. ഞാൻ അങ്ങനെ പേടിക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ എന്തിലും ഞാൻ കയറും, എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. പക്ഷേ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പേടിയല്ലേ, അയ്യോ നമ്മൾ കാരണം ഇനി കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും സംഭവിച്ചൊന്നുമില്ല. ഞാൻ മുറുക്കി പിടിച്ചിട്ടുണ്ടായത് എൻ്റെ ഇതല്ല ഞാൻ നോക്കിയത്. മോളെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ താഴെ വന്നപ്പോൾ എല്ലാവരോടും പറഞ്ഞു, ഇനി ഞാൻ കൊണ്ടുപോവേ ഇല്ല കൊച്ചിനെ, ഇനി ഒരാളും കൂടി ഇരിക്കുകയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ അവളും ഈ അറ്റത്ത് മോളും ഈ അറ്റത്ത് ഞാൻ, അങ്ങനെ ആയതുകൊണ്ട് ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് വലിയ പ്രശ്നം വരില്ലായിരുന്നു. പിന്നെ കുറച്ചും കൂടി നടന്നു. ഇനി ചെന്നിട്ട് വേണം എന്താ പറയുക, ഇവിടെ എറണാകുളത്തേക്ക് വരാനായിട്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ തിരിച്ച് ഫുഡ് കഴിക്കണം, തിരിച്ച് നേരെ നമ്മൾ എറണാകുളം വണ്ടി കയറണം. ആ ഒരു മൈൻഡിലേക്കാണ് വരുന്നത്. ശരിക്കും പറയാലോ, സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായിട്ടാണ്. രാവിലെ തൊട്ടിട്ടുള്ള കറക്കമാണ്. ഞങ്ങൾ വേറെയും പരിപാടി ഉണ്ടായിരുന്നു രാവിലെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പൂപ്പൊലിക്ക് വന്നത്. പിന്നെ പൂപ്പൊലിക്ക് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ നമുക്ക് കയ്യും കാലൊക്കെ നന്നായിട്ട് കഴക്കൊക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ യാത്രയും ഇനിയിപ്പോൾ എറണാകുളത്തേക്ക് യാത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞ ടയേർഡായിരിക്കും, ഒന്നും പറയണ്ട. പിന്നെ പോവാതിരിക്കാനും വരാതിരിക്കാനൊന്നും കഴിയില്ലല്ലോ, അങ്ങനെ വിചാരിച്ച് വരുന്നതാട്ടോ. പിന്നെ അത്യാവശ്യം എല്ലാവരും നല്ല ഹാപ്പിയായി നമ്മൾ തിരിച്ചു പോവാട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ തരാം കേട്ടോ. ഓക്കെ, ബൈ.